പാലക്കാട് കൽമണ്ഡപത്ത് 8 വയസ്സുകാരന് നേരെ തെരുവുനായ ആക്രമണം. പ്രതിഭാനഗർ സ്വദേശി മുഹമ്മദ് ഷിയാസിനാണ് പരുക്കേറ്റത്. ഇന്നലെ 4 മണിക്ക് കുട്ടി മുറ്റത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 നായ്ക്കൾ വന്നിട്ട് ചീന്തി കുട്ടീനെ കണ്ടു. തൊട്ടകൂട്ടത്തെ ചേച്ചി കണ്ടുപോകുന്നതും കുട്ടി രക്ഷപ്പെട്ടത്. എല്ലാവരും കഴിച്ച് ചീന്തി കളഞ്ഞിരുന്നു. എന്നിട്ട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാക്സിനൊക്കെ എടുത്തു. കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. നാളെ രാവിലെ സർജൻ ഡോക്ടറിനൊന്നും കാണിക്കാൻ പറഞ്ഞു. കുറേ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടാണ് നായ്ക്കളുടെ ഭയങ്കര ശല്യം കാര്യങ്ങളൊക്കെ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, പലയിടങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തെരുവുനായ ആക്രമണം ആ ഒരു വാർത്തകളൊക്കെ നൽകുമ്പോഴാണ് ഇവിടെ പാലക്കാട്ട് നിന്നും ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. മുഖത്തൊക്കെ പരുക്കേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗുരുതരമായ പരുക്കുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? കാര്യമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് അനുജ. സംസ്ഥാനത്തെ മറ്റെവിടെയും പോലെ തന്നെ പാലക്കാടും ഈ തെരുവ് നായ്ക്കൾ വലിയൊരു ബുദ്ധിമുട്ടാവുകയാണ്. അത് നഗരത്തിൻ്റെ എല്ലാ മേഖലകളിലും സമാനമായ രീതിയിലുണ്ട്. ഈ തെരുവ് നായ്ക്കളെ പണ്ട് പിടിച്ചുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വന്ധ്യംകരണം ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് നഗരസഭയോ അല്ലെങ്കിൽ പാലക്കാട്ടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഇക്കാര്യത്തിൽ ഇപ്പോൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അവർക്കും ഫണ്ടിൻ്റെ പരിമിതിയുണ്ട്. എന്തായാലും ഈ ഷിയാസിന് കാര്യമായ രീതിയിലുള്ള കടി ഏറ്റിട്ടുണ്ട്. കുട്ടി വീഴുകയായിരുന്നു. തെരുവുനായ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വന്ന് കയറി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രതിഭാനഗർ പ്രദേശം പാലക്കാട് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന മേഖല തന്നെയാണ്. അത് മരുത റോഡ് ഗ്രാമപഞ്ചായത്താണ്. എന്തായാലും കാര്യമായ രീതിയിൽ തന്നെ പരിക്ക് ഈ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷിയാസ്. എന്തായാലും ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് ഒരു ഡോക്ടറെ കൂടി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധ ചികിത്സ വേണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് അപ്പോഴാണ് തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഉടൻ തന്നെ അടിയന്തരമായി ഈ തെരുവ് നായ്ക്കൾ അതുപോലെ തന്നെ നാൽക്കാലികൾ ഇത് സ്ഥിരമായ രീതിയിൽ പാലക്കാട് നഗരത്തിന്റെ പല മേഖലകളിലൂടെ ഇറങ്ങി നടക്കുകയാണ്. ഈ നാൽക്കാലികളെ അടക്കം ഈ തെരുവ് നായ്ക്കൾ ഉപദ്രവിക്കുന്ന കാഴ്ച നമ്മൾ തന്നെ പലയിടങ്ങളിലും കാണുന്നുണ്ട്. എന്തായാലും ഇതിനൊരു അടിയന്തര നടപടി വേണം. തെരുവ് നായ്ക്കൾ അടിയന്തരമായി ഈ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനുജ, പാലക്കാട് കൽമണ്ഡപത്താണ് 8 വയസ്സുകാരന് തെരുവുനായയുടെ ആക്രമണമേറ്റത്. പ്രതിഭാനഗർ സ്വദേശി മുഹമ്മദ് ഷിയാസിന് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട്. മുഖത്തുൾപ്പെടെ ആക്രമണത്തിൽ പരുക്കേറ്റു എന്നതാണ് ദൃശ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്.